ഇതൊരു തൊട്ടുകൂട്ടുകറിയല്ല. ഈ കറി ഉണ്ടെങ്കിൽ പാത്രം വടിച്ച് കഴിക്കുക, അത്രയ്ക്ക് സൂപ്പർ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്തു. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ മുഴുവൻ മല്ലി ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അത് ഏകദേശം 1 സ്പൂണോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല, മുഴുവനോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് 2 തക്കാളി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഒരു വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല, സാമ്പാർ പൊടിയാണ് ഇടുന്നത്. ഒരു 2 സ്പൂണോളം സാമ്പാർ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയി, അപ്പോൾ ഒരു 3-4 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ 4-5 ഇഡ്ഡലി താനേ അകത്താക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും വേണം. എന്നും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി ഇഡ്ഡലിക്കും ദോശയ്ക്കും കൊടുക്കുമ്പോൾ തന്നെ ഒരു മടുപ്പായിരിക്കും. ഇതുപോലെ ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിവിടെ ഞാനെല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതിലേക്ക് താളിക്കുകയാണ്. താളിക്കുന്നതും ഡിഫറെൻ്റായിട്ട് രീതിയിലാണ്. നമുക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി കനം കുറഞ്ഞ് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരണം. തക്കാളി ഒരല്പം കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയുടെ പരിപാടി തീർന്നിട്ടില്ല. കറിയിൽ നമ്മൾ ഇനി വെള്ളം ചേർക്കേണ്ടതുണ്ട്. നമ്മളിത് ഉടച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളം ചേർക്കാതെ കഷ്ണങ്ങൾ മാത്രം ഉടച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല കുറുകിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഞാൻ ഊറ്റിയെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ തക്കാളി ബാജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.